തിരുവനന്തപുരം കഴക്കൂട്ട NH നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാറി, അതായത് കഴക്കൂട്ടത്ത് നിന്ന് പോത്തങ്കോട് പോകുന്ന റോഡിൽ ഏകദേശം 1/2 കിലോമീറ്റർ മാറി നമ്മുടെ സൈനിക് സ്കൂളിന് തൊട്ട് മുമ്പായിട്ട് തന്നെ വലത്തോട്ട് തന്നെ സൈനിക് നഗർ എന്ന് പറഞ്ഞൊരു റോഡ് കാണാം. ആ റോഡാണ് ഇത് കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു കഴക്കൂട്ടം പോത്തങ്കോട് മെയിൻ റോഡിൽ നിന്നും ഏകദേശം ഒരു 250 മീറ്റർ വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് ഇൻറ്റിമേറ്റ് അഗസ്ത്യ എന്ന് പറഞ്ഞ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടം കാണാം. ഇതിനകത്തായിട്ട് നമുക്കൊരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്കുണ്ട്. ഇത് 2018 പണിയഴിപ്പിച്ചൊരു ഫ്ലാറ്റാണ്. ഇതിപ്പോൾ നേരിട്ട് ഓണർ നടത്തുന്നൊരു സെയിലാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് 1369 സ്ക്വയർ ഫീറ്റിലൊരു ഫ്ലാറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 13th ഫ്ലോറിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇതേ സെയിം ഓണറിൻ്റെ തന്നെ നമുക്കൊരു 2 BHK അപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അത് വന്നിട്ട് 9th ഫ്ലോറിലാണ്. നമ്മളെന്തായാലും ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് 13th ഫ്ലോറിലെ 3 BHK അപ്പാർട്ട്മെൻറ്റാണ്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇപ്പം നമ്മുടെ ആ ഫ്ലാറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല വിസിബിലിറ്റിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ കഴക്കൂട്ടം ടെക്നോ പാർക്ക്, അതുപോലെ തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, തൊട്ടടുത്തുള്ള സൈനിക് സ്കൂള്, പിന്നെ അതുപോലെ കടൽ വരെ നമുക്ക് അവിടെ നിന്ന് നല്ല നീറ്റായിട്ട് കാണാം കേട്ടോ. അത്രയും നല്ല നീറ്റായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടമാണ്. മിസ്സാക്കല്ലേ, നല്ലൊരു പ്രൈസിന് സ്വന്തമാക്കാം. ഇന്ന് നിങ്ങളൊരു 1300 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ലൊക്കേഷനിൽ പുതിയ അപ്പാർട്ട്മെൻറ്റ് റേറ്റൊക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം പുള്ളിയെ വിളിച്ച് ഇതിൻ്റെ ബാക്കി വില സംസാരിച്ചാൽ മതിയാവും. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കാം. വീഡിയോ ഡോർ ക്യാമറ നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൻ പുറത്ത് നിന്ന് നമുക്ക് ഈ ഡോർ തുറക്കാണ്ട് തന്നെ നമ്മുടെ ഗസ്റ്റ് ആരാന്ന് അറിയാൻ പറ്റും. 13th ഫ്ലോറിൽ ഫ്ലാറ്റ് നമ്പർ 13B ആണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. അപ്പം നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. മുൻവശത്തുള്ളത് ഈ ഒരു കട്ടളയും വാതിലും എല്ലാം ചെയ്തിട്ടുള്ളത് ടീക്കുഡിലാണ്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിങ്ങനെ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു റൂം കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് നമുക്കൊരു ബെഡ്റൂമുണ്ട്. ഇതിൽ കാണുന്ന രീതിയിൽ ഫുള്ളി ഫേർണിഷ്ഡ് കണ്ടീഷനിലാണ് നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് കെട്ടിടം വിൽപ്പനയ്ക്കുള്ളത്. ഇതിൽ ഓൾറെഡി കോട്ടെല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. അതുപോലെ തന്നെ ബെഡെല്ലാം ഉണ്ട്. നമുക്കിത് ഇതുപോലെ കബോർഡ് വർക്ക്, ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള ഫർണിഷിങ് വർക്കുകളെല്ലാം നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ടോട്ടലായിട്ട് 3 ബെഡ്റൂംസാണ്. അതിൽ 2 എണ്ണത്തിന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം ഫെസിലിറ്റി നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും നമുക്കിതാ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയും കാണാൻ സാധിക്കും. ഇതിൽ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിൽ കാണുന്ന എല്ലാ സാധനവും അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ TV യൂണിറ്റ് പ്ലേസ് ചെയ്യാനുള്ള ഇൻറ്റീരിയർ വർക്കെല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ TV എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. നമുക്കിത് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ സൈനിക് സ്കൂളിൻ്റെയൊക്കെ വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് അവിടെ ഹെലികോപ്റ്ററൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നുണ്ട്. അത് വന്നിട്ട് സൈനിക് സ്കൂളാണ്. അതുപോലെ തന്നെ ടെക്നോ പാർക്കിൻ്റെ കെട്ടിടങ്ങളെല്ലാം ഇവിടെ നിന്ന് വിസിബിളാണ്. ഇതേ കാണുന്നത് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ഇതാണെന്നുണ്ട് കേട്ടോ. അതെല്ലാം തന്നെ നമുക്കിവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ആ രീതിയിലാണ് നമ്മുടെ വിസിബിലിറ്റി വരുന്നത്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കിച്ചണിലേക്കാണ്. കിച്ചണും വന്നിട്ട് ഫുള്ളി ഫേർണിഷ്ഡ് ആണ്. നമുക്ക് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റൗ, ചിമ്മിനി ഇതെല്ലാം തന്നെ ഇൻസ്റ്റാൾഡ് ആണ്. ഇതെല്ലാം വന്നിട്ട് സ്ലീക്കിൻ്റെതാണ്. സ്ലീക്കിൻ്റെ സ്റ്റൗവും സ്ലീക്കിൻ്റെ ചിമ്മിനിയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നമുക്കിതിനകത്തെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഇത് നമുക്ക് 2018 ശരിക്കും പണി കഴിഞ്ഞിട്ടുള്ള ഫ്ലാറ്റാണ്. പക്ഷേ ആ രീതിയിലൊരു പഴക്കമൊന്നും നമുക്ക് ഈ സാധനങ്ങളൊന്നും കണ്ടാൽ തോന്നത്തില്ല കേട്ടോ. നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇനി ബേസിക് ആയിട്ടുള്ള നമ്മൾ മെറ്റീരിയൽസ് വാങ്ങി ഇവിടെ വന്ന് താമസിക്കാൻ വന്നാൽ മതിയാവും. ഇതാണ് നമ്മുടെ ഒരു വർക്ക് ഏരിയ. ഈ ഭാഗത്തായിട്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് ഇവിടെ ആയിട്ട് ഒരു ബാത്റൂം, അതായത് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ ആ കയറി വന്ന സ്ഥലത്ത് റൈറ്റ് സൈഡിൽ കണ്ട ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അതിന് ഈ ഒരു ബാത്റൂം ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഈ കാണുന്ന വാഷ് ബേസിനായാലും ക്ലോസറ്റ് ആയാലും എല്ലാം തന്നെ കോളറിൻ്റെ ഫിറ്റിങ്സാണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. എല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് വാട്ടർ ഹീറ്റർ എല്ലാവിധ സംവിധാനങ്ങളും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്നും നിങ്ങളിനി എക്സ്ട്രാ കാശ് മുടക്കി ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അവിടെ നമ്മൾ അടുത്തൊരു ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഇതാണ് അടുത്തൊരു ബെഡ്റൂം. ഇതിലും ഓൾറെഡി കോട്ടെല്ലാം നമുക്ക് ഇൻസ്റ്റാൾഡ് ആണ്. കോട്ട്, അതിൻ്റെ മാട്രസ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു 3 പാളിയിലെ കബോർഡ് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാ റൂമുകളിലും സെയിം ആണ് കേട്ടോ. എല്ലാ ബാത്റൂംസും സിമിലർ ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. കോളറിൻ്റെ ഫിറ്റിങ്സ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് സാമാന്യം വലിയൊരു ഫ്ലാറ്റാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1369 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് വരുന്നത്.
അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ഇപ്പം നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് ഈ ഒരു വലിപ്പത്തിലുള്ള പുതിയ ഫ്ലാറ്റുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ 1 CR മേളിലോട്ടാണ് പ്രൈസ് വരുന്നത്. ഇത് വന്നിട്ട് കമ്പാരിറ്റീവ്ലി നമുക്ക് ലോവർ പ്രൈസാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഫ്ലാറ്റ് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ഒരു 80 ലക്ഷം രൂപയാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഈ ഫ്ലാറ്റിലെ തന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂമാണ്. ഇതിന് നമുക്ക് ഇതുപോലെ കബോർഡ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് അടക്കം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെ കേർട്ടൻസ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. എല്ലാ റൂമിലത്തെയും പോലെ സിമിലറായിട്ടുള്ള കോളറിൻ്റെ ഫിറ്റിങ്സ് അതുപോലെ തന്നെ വാട്ടർ ഹീറ്റർ അതെല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. സാധാരണഗതിയിൽ നമ്മൾ പുറത്തൊരു വീട് വയ്ക്കുന്നത് നമ്മളൊരു ഫ്ലാറ്റ് സമുച്ചയത്തിനകത്തൊരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വില്ല പ്രോജക്റ്റിനകത്തൊരു വില്ലയോ സ്വന്തമാക്കുന്നത് തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒത്തിരി അധികം അമ്യൂണിറ്റീസും കൂടെ കിട്ടുവാണ്. ഇപ്പോൾ ഇത് തന്നെ നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ടുള്ള ആ ഒരു ഫ്ലാറ്റാണ് കേട്ടോ. ആ രീതിയിൽ കോർപ്പറേഷൻ്റെ നമുക്കൊരു സർട്ടിഫിക്കേഷൻ അടക്കം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആണെങ്കിൽ മുന്നേയൊക്കെ പച്ചക്കറി കൃഷി അങ്ങനെയുള്ള ഒത്തിരിയധികം ആക്ടിവിറ്റീസ് അവർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ രീതിയിലൊരു അപ്പാർട്ട്മെൻറ്റാണ്. നമുക്കിതിനകത്ത് ഒത്തിരിയധികം കോമൺ അമ്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. നമുക്കിതിനകത്തൊരു ഗെയിം സോൺ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ജിം ഏരിയ ഉണ്ട്, പാർട്ടി ഹാളുണ്ട്, ഒരു ഹോം തിയേറ്റർ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അവിടെ വരുന്ന സമയത്ത് അവിടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കുറേയധികം സ്റ്റുഡൻസിന് പുറത്തുനിന്നൊരു കോമൺ ടീച്ചറാണെന്ന് തോന്നുന്നുണ്ട് വന്ന് അതിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു സപ്പോസ് ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേരെ ട്യൂഷൻ അയക്കാൻ വേറൊരു സ്ഥലത്തേക്കും ചിലപ്പം വിടേണ്ടി വരത്തില്ല. ഇവിടെ തന്നെ അവർക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ പിള്ളേർക്ക് മിക്കവാറും എല്ലായിടത്തും ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കുട്ടിയായിരിക്കും. അപ്പോൾ അവർ കളിക്കാനായിട്ട് ആളുണ്ടാകത്തില്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലാറ്റിനകത്ത് തന്നെ എന്തായാലും കുറേ പിള്ളേരുണ്ടാവും. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് ഒരു കളിക്കാനൊക്കെ ഉള്ളൊരു സമയം കിട്ടും കേട്ടോ. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഒത്തിരിയധികം ബെനിഫിറ്റ്സ് ആണ് ഒരു ഫ്ലാറ്റിനകത്ത് ഒരു വീട് സ്വന്തമാക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. നോർമലി ഇപ്പം നമ്മളൊരു സ്വന്തമായിട്ടൊരു വീട് വെച്ച് അതിലൊരു ഒരു സ്വിമ്മിംഗ് പൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളൊന്നും ഡെയിലി ഉപയോഗിക്കത്തുമില്ല. മാസത്തിലൊരിക്കലായിരിക്കും നമ്മളതിൽ നീന്താൻ പോവുക. പക്ഷേ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിനകത്ത് നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം അവിടുത്തെ കോമൺ അമ്യൂണിറ്റിയിൽ അങ്ങ് പൊക്കോളും. അപ്പോൾ ചെറിയൊരു ചാർജിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫ്ലാറ്റിനകത്ത് നമുക്ക് സ്വിമ്മിംഗ് പൂൾ അവൈലബിൾ അല്ല. നമുക്ക് അല്ലാണ്ട് തന്നെ മിക്കവാറുമുള്ള എല്ലാവിധ സംവിധാനങ്ങളും കോമൺ അമ്യൂണിറ്റീസായിട്ട് വരുന്നുണ്ട്. സെക്യൂരിറ്റി സർവീസ് ഉണ്ട്, അതുപോലെ തന്നെ ഗാർബേജ് ഡിസ്പോസൽ, ഈ കാര്യങ്ങളെല്ലാം നമുക്കിതിനകത്ത് ഈ ഒരു മെയിൻ്റനൻസ് ചാർജിനകത്ത് തന്നെ ഓടിപ്പോയിക്കോളും. നമുക്ക് ഈ ഫ്ലാറ്റിന് ഉദ്ദേശിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ഇതേ ഓണറിൻ്റെ തന്നെ സെയിം ഫ്ലാറ്റിൻ്റെ 9th ഫ്ലോറിൽ ഇത് വന്നിട്ട് 13B ആണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് വരുന്നത്. 9Bയിൽ വന്നിട്ട് നമുക്കിനി ഒരു 2 BHK ഫ്ലാറ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വന്നിട്ട് റേറ്റ് എന്തായാലും കുറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലായിരിക്കും.